ഇതാണ് പപ്പ നേരത്തെ പറഞ്ഞ സംഭവം. ഇതിന് ചാല് വെച്ചടയ്ക്കുക എന്ന് പറയും. മണൽ നിറച്ച ചാക്കാണ്. മണൽ നിറച്ചൊരു ചാക്ക് വെച്ചിട്ട് ചാല് നമ്മൾ അടച്ചിരിക്കുകയാണ്. ഇപ്പം നമുക്ക് വെള്ളം നിൽക്കുന്നത് കാണാം. ഓക്കെ, മെയിൻ സ്ട്രീമാണ്. സ്ട്രീക്കിൽ നിന്ന് വന്നിട്ട് ഈ ചാല് നമ്മളിവിടെ മണൽ നിറച്ച ചാക്ക് കൊണ്ട് അടച്ചിരിക്കുകയാണ്. എന്നാലും കുറച്ച് വെള്ളം ബൈപ്പാസ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അയ്യോ സോറി, അത് ഇന്ന് രാവിലെ ചെയ്തല്ല കേട്ടോ. ഇതാണ് ഇന്ന് രാവിലെ ചെയ്തത്. അപ്പം അത് ചെയ്തതിന് ശേഷം പപ്പ ഇങ്ങനെ ചാല് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ടൈഡി. ഇപ്പം നമ്മൾ ഈ പുല്ല് ഇതൊന്ന് കാണിക്കുക, ഇത് കണ്ടാൽ മനസ്സിലാവും. ഇത് പുല്ല് ഈ കളഞ്ഞ ശേഷമുള്ള ചാലും പുല്ല് കളയുന്നതിന് മുമ്പുള്ള ചാലും കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ ഭംഗിയും എന്തുകൊണ്ട് ഫലപ്രദമാകുന്നു എന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും. ഭംഗിയാണോ? ഭംഗിയുണ്ട്. ഭംഗിക്കൊപ്പം തന്നെ ഇതുപോലെ പുല്ല് താഴേക്ക് പിടിച്ച് കിടക്കുന്നത്. അതിന് ഭംഗിയില്ല. നമ്മൾ ഈ പോച്ചയും വെട്ടി കളഞ്ഞ് അതിൽ മണ്ണും കോരി വെച്ച് കഴിഞ്ഞിരുന്നാൽ വെള്ളം ഇവിടെ സംരക്ഷിക്കാൻ സാധിക്കുന്നതോടൊപ്പം ഇത് കാഴ്ചയ്ക്കൊരു ഭംഗി, ഈ നയനം മനോഹരമാണ്. ഒരു പണി നമ്മൾ ഓരോ പണി ചെയ്യുമ്പോഴത്തേക്കും അത്രയും പണിയുണ്ട്. വളരെ നമ്മുടെ നയന മനോഹരം എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് കാഴ്ച കാണുമ്പോഴേ നമുക്ക് അതിനകത്തുള്ള സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. നമ്മൾ നല്ല പൂവിനെ കണ്ടാൽ നമ്മളെ തിരിഞ്ഞിരിക്കും. ഒരു വാഴയ്ക്കകത്ത് നന്നായിട്ട് കൊല പിടിച്ച് നടക്കുകയാണെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കും. ഒരു നല്ല ഒരാൾ ഡ്രസ്സ് ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും. ഇതെല്ലാം മനുഷ്യനെ ആരും പറയാതെ പ്രകൃതിയിൽ നിന്ന് അവനവന് കിട്ടിയ ഒരു അനുഭവങ്ങളാണ്. ഒരു നല്ല പൂ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ നോക്കാതെ പോകാൻ പറ്റുമോ? പറ്റത്തില്ല. എന്നതുപോലെ നമ്മൾ നോക്കാൻ പറ്റില്ല. നല്ലൊരു പൂവിനെ കണ്ടാൽ നിങ്ങൾക്ക് അതിനെ നോക്കാതെ പോകാൻ പറ്റില്ല, നോക്കാതെ പോകാൻ പറ്റത്തില്ല. എന്നതുപോലെ നമ്മൾ എന്ത് ജോലി ചെയ്യുന്നോ, എന്ത് ജോലി ചെയ്യുന്നതിനാണ് നമ്മൾ സംതൃപ്തി കണ്ടെത്തണം. ചെയ്യുന്ന ജോലിക്കകത്ത് നമ്മൾ 100%, നമ്മൾ 100% നമ്മൾ അതിനകത്ത് സന്തോഷം കണ്ടെത്തണം. അല്ലാതെ നമ്മൾ ചിലപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ, നമ്മൾ ചിലപ്പം ഒരു എഡ്യൂക്കേറ്റഡ് മാൻ ആയിരിക്കാം, ചിലപ്പോൾ നമ്മളൊരു എഞ്ചിനീയർ ആയിരിക്കാം. ഒരു സാഹചര്യവശാൽ നമ്മൾ ഒരു കൂലിക്കാരൻ്റെ വേഷം കെട്ടേണ്ടി വന്നിട്ട് ജീവിതത്തിൻ്റെ മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അവൻ്റെ ആഹാരമാണ്. ആഹാരം കണ്ടെത്തുന്ന ഒരു സാഹചര്യത്തിൽ അയാളുടെ എഞ്ചിനീയറുടെ ജോലി കിട്ടിയില്ലെന്നെങ്കിൽ അയാൾ കൂലിക്കാരനായി കഴിഞ്ഞാൽ കൂലിക്കാരനിൽ നിന്ന് അയാൾ സന്തോഷം കണ്ടെത്തണം. ദാറ്റ് ഈസ് ലൈഫ്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് നമ്മൾ മാക്സിമം സംതൃപ്തി കണ്ടെത്തുക. ചെയ്യുന്ന ജോലി എന്തായിരുന്നാലും അതിൽ സന്തോഷം കണ്ടെത്തണം, അതിനകത്ത് കല കണ്ടെത്തണം, അത് മറ്റൊരാൾക്ക് ഉപകാരപ്രദമാവണം. അതാണ് ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. പപ്പയ്ക്ക് അപ്പോൾ ഈ ചെയ്യുന്നത് കൊണ്ട് പപ്പയ്ക്ക് മനസംതൃപ്തി ഉണ്ടാവുന്നു? എനിക്ക് മനസംതൃപ്തിയുണ്ട്. എൻ്റെ ജോലി ഇതല്ല. ഞാനൊരു ഡിപ്ലോമ ഹോൾഡറാണ്. എന്നിരുന്നാൽ പോലും ഞാൻ എന്ത് ജോലിയും ചെയ്യും. എനിക്ക് ഒരു ജോലി ചെയ്യുന്നതിനകത്തും അഭിമാനമില്ല. ഞാനവിടെ ഗൾഫിൽ ചെന്ന സമയത്ത് തന്നെ ഞാൻ പഠിച്ച ഒരു ജോലിക്ക് എനിക്ക് അതിൻ്റെ ആ പ്രൊഫഷണൽ ജോലി കിട്ടില്ല. എനിക്ക് കിട്ടിയ ജോലി, എന്തൊക്കെ ജോലി കിട്ടിയോ അതിനെല്ലാം ഞാൻ സംതൃപ്തി കണ്ടെത്തി. പടിയായിട്ട് ഞാൻ എൻ്റെ ജോലിയിലേക്ക് വരികയും ഞാൻ പിന്നെ ചെറിയ തോതിൽ ബിസിനസ് ആരംഭിക്കുകയും ചെയ്തു. ഇലക്ട്രിക്കലല്ലേ നമ്മൾ? എനിക്കുള്ള മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കലാണ്. പക്ഷേ ഇലക്ട്രിക്കൽ ഒരു ഭീമമായ തുക എനിക്ക് നഷ്ടപ്പെടുന്ന സമയത്ത് ഞാൻ അതിനകത്ത് ഡൈവേർട്ട് ചെയ്ത് ഞാൻ ഒക്കേഷണലി ഞാൻ പഠിച്ച ഒരു എയർ കണ്ടീഷണൽ സിസ്റ്റത്തിലേക്ക് വന്നു. അതിനകത്ത് എനിക്കിപ്പോൾ ഞാൻ ഹാപ്പിയാണ്. എനിക്ക് അതിനകത്ത് 100% സംതൃപ്തിയുണ്ട്. എനിക്ക് അതിനകത്ത് നല്ലൊരു ഇൻകം കിട്ടി. എൻ്റെ മക്കളെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി അത് വളരെ രീതിയിൽ ഉപകരിച്ചു. അപ്പം ഈ ചാലിങ്ങനെ നമ്മൾ ഈ ചാലിലെ പോച്ച ചെത്തുന്നത് കൊണ്ട് അതിൻ്റെ വീതിയിൽ എന്തെങ്കിലും കൂടുതലോ അത് നമുക്ക് ഭാവിയിലേക്ക് കുറച്ചെടുക്കാം. ഇതിനകത്ത് അല്ല, ഈ പോച്ച ചെത്തുമ്പോൾ എന്താണെങ്കിലും കുറച്ച് വീതി കൂടും. അതുകൊണ്ട് എന്തെങ്കിലും ഇപ്പോഴും നമുക്കത് ചെയ്യാൻ നോക്കാം. കാരണം കുറച്ചുകൂടെ വെള്ളം പറ്റി കഴിഞ്ഞിരുന്നാൽ നമുക്ക് സൈഡൊക്കെ കോരി വെച്ച് കഴിഞ്ഞിരുന്നാൽ കുറച്ചുകൂടെ വീതി കുറച്ചുകൂടി വെക്കാൻ പറ്റും. അത് മൂലം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. കാരണം നമുക്ക് മാക്സിമം നമുക്ക് പ്ലേസ് യൂട്ടിലൈസ് ചെയ്യുക. ഇവിടെ തന്നെ ദോഷം ചെയ്താൽ ഇത് മണൽത്തറ ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇതിൻ്റെ വരമ്പുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം ചെളി നിറഞ്ഞ മഡ് നിറഞ്ഞൊരു മണ്ണായിരുന്നെങ്കിൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോകുമായിരുന്നു.
താങ്ക് യു ഡാഡി. വെൽക്കം.